ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. എല്ലാവരും സേഫായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ കേരള സദ്യയിൽ ഇലയുടെ സൈഡിൽ വിളമ്പുന്ന മാങ്ങ അച്ചാറിൻ്റെ പാചക രീതിയാണ് അമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സാധാരണ അച്ചാറുകൾ പോലെ നേരത്തെ റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല ഇതിന്. അതുപോലെ തന്നെ ഷെൽഫ് ലൈഫും വളരെ കുറച്ച് മാത്രം. തലേന്നുണ്ടാക്കി പിറ്റേ ദിവസം സദ്യക്ക് ഇലയിൽ വിളമ്പുന്ന ഒരു രീതിയാണ് ഈ ഒരു അച്ചാറിനുള്ളത് കേട്ടോ. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്. അമ്മയുടെ ഇൻസ്റ്റൻറ്റ് സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ കണ്ടിട്ട് മടങ്ങിയെത്താം. ഇതിപ്പോൾ ഇതുപോലെ സൈസിലുള്ള ഒരു 4 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നങ്ങ് വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ, തീരെ അങ്ങ് പൊട്ടല്ല. സദ്യക്കൊക്കെ കഴിക്കുന്ന മാങ്ങാക്കറി എന്ന് പറയുമ്പം ഒന്ന് നന്നായിട്ട് വിളഞ്ഞ മാങ്ങ തന്നെയാണ് നല്ലത്. ഇതിൻ്റെ നിറം കണ്ടില്ലേ, പുറത്തെ തൊലിയൊക്കെ അത്ര കരിയും പച്ചയല്ല. അപ്പോൾ ഇതുപോലെയുള്ള മാങ്ങ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ മാങ്ങാക്കറിക്ക് കൂടുതൽ സ്വാദ്. എന്നാൽ അത്യാവശ്യം പുളി വേണം താനും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ഈ തൊലിയോട് കൂടിയാണ് കട്ട് ചെയ്യുന്നത്. അധികം കട്ടിയുള്ള തൊലിയാണെങ്കിൽ ചെറുതായി പുറമൊന്ന് ചെത്തിയെടുക്കാം. ആദ്യം തന്നെ ഈ ഒരു ചുനയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പം പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. മഞ്ഞ കളർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് പഴുത്ത മാങ്ങയാണ്. ഒന്നങ്ങ് വിളഞ്ഞ ഒരു പരുവം, അത്രേ ഉള്ളൂ. ഇതുപോലെ ആദ്യം ആ ഒരു വലിയ പൂളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലിയ പീസിന് പണ്ടൊക്കെ ഞങ്ങൾ മെത്തപ്പൂളെന്നാണ് പറയുമായിരുന്നത്. അപ്പോൾ മാങ്ങ കട്ട് ചെയ്യുമ്പം ഇതുപോലെയുള്ള ഈ ഒരു വലിയ പീസിന് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. ഇതിനിയും വളരെ ചെറുതായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. സദ്യക്ക് ഇലയിലൊക്കെ വിളമ്പുന്ന മാങ്ങാക്കറി കണ്ടിട്ടില്ലേ, വളരെ ചെറിയ കഷ്ണങ്ങളായിരിക്കും. ഈ ഒരു രീതിയിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം, കണ്ടില്ലേ. ഇതുപോലെ 4 മാങ്ങയും ഞാനിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴിയുന്നതും ഇതുപോലെ നീളത്തിൽ ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ നന്നായിരിക്കും. ഇതിനി നമുക്ക് ബൗളിലേക്ക് അങ്ങ് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു ലിഡ് കൊണ്ട് ഇതൊന്ന് അടച്ച് 3 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഉപ്പൊക്കെ മാങ്ങായിലേക്ക് പിടിച്ച് മാങ്ങായിലെ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി ഇറങ്ങി വരും. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ മാങ്ങ ഉപ്പ് പുരട്ടി വെച്ചിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മാങ്ങായിലെ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക് ഈ മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട്. എക്സ്ട്രാ വെള്ളവും ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാദാ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഉലുവ പൊടിച്ചതാണ്. ഇത് വറുത്ത് പൊടിച്ചെടുത്ത ഉലുവയാണ് കേട്ടോ. 1 ടീസ്പൂൺ പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർക്കാം. സദ്യക്ക് തയ്യാറാക്കുന്ന ഈ മാങ്ങാക്കറി നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. അതുകൊണ്ട് തന്നെ ഈ ഒരു അച്ചാർ കൂടുതൽ ദിവസം നമുക്ക് കേടാകാതെ ഇരിക്കത്തുമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം, മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ച്. ഇനി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം.
കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 4-5 കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മാങ്ങ ആ ചൂടിലിരുന്ന് വെന്ത് പോകാനും പാടില്ല കേട്ടോ. എന്നാൽ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. ഒരു 30 സെക്കൻഡ് മതിയാകും, അത്രേ വേണ്ടൂ. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതാ കണ്ടില്ല, അധികം ചാറോട് കൂടിയല്ല, എന്നാൽ ഒരു കുഴഞ്ഞ പരുവം. ഇതാണ് സദ്യ മാങ്ങാക്കറിയുടെ ഒരു പരുവം. ഇതിനെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ജാറിലോ ഭരണിയിലോ മറ്റോ ആക്കി നമുക്ക് സൂക്ഷിക്കാം. പുറത്തൊരു 3-4 ദിവസം വരെ കേടുകൂടാതെ ഇതിരിക്കും. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ ഒരാഴ്ച വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം. സദ്യക്കൊക്കെ എന്ന് പറയുമ്പം തലേ ദിവസം ഉച്ച കഴിഞ്ഞാണ് നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. പിറ്റേ ദിവസം ഉച്ചയോടുകൂടി ഇത് സദ്യക്ക് ഇലയിൽ വിളമ്പാവുന്ന ഒരു പരുവമാകും. എങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം ഒരാഴ്ച വരെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. എല്ലാവരും ഈ ഒരു സദ്യ സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് മാങ്ങാക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ഒരു കറി നമ്മൾ സദ്യക്ക് മാത്രമേ തയ്യാറാക്കാവുന്നില്ല കേട്ടോ. മാങ്ങ കിട്ടുമ്പോൾ ഒക്കെ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി സ്വാദാണ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് വീഡിയോയുടെ താഴെ ഒന്ന് എഴുതണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.